നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. മെയ് 11 പൊക്രാനിലെ മരുഭൂമിയിൽ ആണവസ്ഫോടനങ്ങൾ നടത്തി ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ചപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പോലുമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ അക്ഷരാർത്ഥത്തിൽ നിശ്ചലരായിപ്പോയി. ആ വിസ്ഫോടനം നടക്കുമ്പോൾ അത് കേവലം ഒരു പരീക്ഷണമായിരുന്നില്ല, മറിച്ച് ആഗോള ശക്തികൾക്ക് മുന്നിലുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ വിളംബരമായിരുന്നു. ഇന്ത്യ ആണവായുധ ശേഷിയുള്ള രാജ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്ത പരീക്ഷണമായിരുന്നു അത്. 28 വർഷങ്ങൾ കഴിഞ്ഞു ഈ പരീക്ഷണം നടന്നിട്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ 3 അണുബോംബുകളാണ് അന്ന് പരീക്ഷിച്ചത്. വിജയകരമായ ഈ പരീക്ഷണത്തോടെ 3 ലോകരാജ്യങ്ങളിൽ നിന്ന് ആണവശക്തിയായ രാജ്യമായി ഇന്ത്യ മാറി. ഇന്ന് ആണവായുധം കൈവശമുള്ള 6 ലോകരാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എന്നാൽ ഈ വമ്പൻ വിജയത്തിന് പിന്നിൽ 1995 ശൈത്യകാലത്ത് ഇന്ത്യ നേരിട്ട ഒരു വലിയ തിരിച്ചടിയുടെയും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളുടെയും കഥയുണ്ട്. 1974 സ്മൈലിംഗ് ബുദ്ധ പരീക്ഷണത്തിന് ശേഷം ഏകദേശം 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴാണ് ഇന്ത്യ രണ്ടാമതൊരു ആണവ പരീക്ഷണത്തിന് തയ്യാറെടുത്തത്. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ അനുമതിയോടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെയും DRDOയിലെയും ശാസ്ത്രജ്ഞർ അതീവ രഹസ്യമായി പരീക്ഷണ കിണറുകൾ സജ്ജമാക്കി. ഡോക്ടർ APJ അബ്ദുൽ കലാം അടക്കമുള്ള പ്രമുഖർ അതിന് അന്ന് നേതൃത്വം നൽകി. എന്നാൽ തന്ത്രപ്രധാന നീക്കങ്ങൾ പൂർത്തിയാകുന്നതിന് തൊട്ടുമുമ്പ് ഭൂമിയിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ചിരുന്ന അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ പൊക്രാനിലെ അസാധാരണമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി. വൈകാതെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം വാഷിംഗ്ടൺ ന്യൂഡൽഹിയെ സമീപിച്ചു. പരീക്ഷണം നടത്തിയാൽ കടുത്ത സാമ്പത്തിക ഉപരോധവും നയതന്ത്ര ഒറ്റപ്പെടലും നേരിടേണ്ടി വരുമെന്ന് അന്നത്തെ US അംബാസിഡർ ഫ്രാങ്ക് വിസ്നർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. 1991 സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ രാജ്യ താൽപര്യം മുൻനിർത്തി പ്രധാനമന്ത്രി റാവുവിന് ആ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അന്ന് പരീക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും അത് ഇന്ത്യക്ക് നൽകിയത് വിലമതിക്കാനാകാത്ത ചില വിവരങ്ങളായിരുന്നു. അമേരിക്കൻ അംബാസിഡർ കാണിച്ചു തന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അരികുകളിൽ രേഖപ്പെടുത്തിയിരുന്ന തീയതിയും സമയവും പരിശോധിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ പൊക്രാനിന് മുകളിലൂടെ കടന്നുപോകുന്ന കൃത്യമായ ഇടവേളകൾ കണക്കുകൂട്ടിയെടുത്തു. ഉപഗ്രഹങ്ങളുടെ ചാരക്കണ്ണുകൾ തങ്ങൾക്ക് മേൽ പതിക്കാത്ത ആ നിർണായക സമയം അവർ കണ്ടെത്തി. ഉപഗ്രഹങ്ങൾ മറയുന്ന നിമിഷങ്ങൾ മാത്രം നോക്കി അവർ ജോലി ചെയ്യുകയും ഉപഗ്രഹം തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാ തെളിവുകളും മായ്ച്ചു കളയുന്ന ഒരു തന്ത്രം അവർ രൂപപ്പെടുത്തി. ശാസ്ത്രജ്ഞരും സൈനികരും ആർമി യൂണിഫോം ധരിച്ചായിരുന്നു അന്ന് പൊക്രാനിൽ ജോലി ചെയ്തത്. ഉപഗ്രഹങ്ങൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ നീക്കങ്ങൾ ക്രമീകരിച്ചു. രാത്രിയിലായിരുന്നു തയ്യാറെടുപ്പുകൾ നടത്തിയത്. രാത്രിയിൽ നടത്തിയ ജോലിയുടെ ശേഷിപ്പുകളും അടയാളങ്ങളും ഒക്കെ മാറ്റി രാവിലെ ആകുന്നതോടെ പഴയപടി തന്നെ ആക്കുന്നതിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും അന്ന് തികഞ്ഞ ജാഗ്രത പുലർത്തി. 1995 ആ വലിയ പാഠമാണ് 1998 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് പൊക്രാനിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ വിജയകരമായി ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. ഒടുവിൽ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് CIA പോലും വിവരമറിയുന്നത്. അത്രയും വലിയൊരു നിരീക്ഷണ വ്യൂഹത്തെ ഇന്ത്യ പറ്റിച്ചു എന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. 1998 മെയ് 11 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ 5 ആണവ പരീക്ഷണങ്ങളാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ നടത്തിയത്. ഈ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത് അന്ന് വാജ്പേയിയുടെ ശാസ്ത്രീയ ഉപദേഷ്ടാവായ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. പരീക്ഷണശേഷം കലാം വാജ്പേയിക്ക് ഒരു സന്ദേശം അയച്ചു. ബുദ്ധൻ വീണ്ടും ചിരിച്ചിരിക്കുന്നു എന്നതായിരുന്നു അത്. ശക്തി 1 മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു പൊക്രാനിൽ 2ാം പരീക്ഷണം. 5 ന്യൂക്ലിയർ ബോംബുകളാണ് പരീക്ഷിച്ചത്. ഇതിൽ ആദ്യത്തേത് ആണവ ഫ്യൂഷൻ ബോംബായിരുന്നു. പിന്നീടുള്ളതെല്ലാം ഫിഷൻ ബോംബുകളും. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1974 ഇവിടെ തന്നെ നടത്തിയ സ്മൈലിംഗ് ബുദ്ധ എന്ന ആണവ പരീക്ഷണത്തിന്റെ പിന്തുടർച്ചയായിരുന്നു ഓപ്പറേഷൻ ശക്തി. 1974 12 കിലോ ടൺ ആണവായുധ ശേഷി ഇന്ത്യ കൈവരിച്ചു. എന്നാൽ 98 പരീക്ഷണത്തിൽ ഇത് 200 കിലോ ടണ്ണായി ഉയർന്നു. തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ ആണവരാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ആണവായുധ ശേഷി പ്രഖ്യാപിച്ച 6ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. US, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവരാണ് മറ്റ് 5 പേർ. പൊക്രാനിൽ 2ാം ആണവ പരീക്ഷണം തുടങ്ങിയ ദിനമായ മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായി ഇന്ത്യ ആചരിച്ചു വരുന്നു. ഇന്ത്യ ആഗോള പ്രതിരോധ രംഗത്ത് കരുത്തുറ്റ രാഷ്ട്രമാക്കി മാറ്റിയതായിരുന്നു ഈ പരീക്ഷണം. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ ആണവ സാങ്കേതിക വിദ്യകളെ ചൊല്ലി ആഗോളതലത്തിൽ വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഇന്നത്തെ കാലത്തും വിദേശ രാജ്യങ്ങളുടെ കടുത്ത നിരീക്ഷണങ്ങളെ സാങ്കേതിക ബുദ്ധി കൊണ്ട് അതിജീവിച്ച ഇന്ത്യയുടെ 95 ആ അനുഭവ പാഠം തന്ത്രപ്രധാന ചരിത്രത്തിലെ തിളക്കമുള്ള ഒരു അധ്യായമായി നിലനിൽക്കുന്നു.